നിങ്ങൾ വാട്ടർമെലന്റെ ടേസ്റ്റുള്ള നല്ല ക്യൂട്ട് കുക്കുംബർ കണ്ടിട്ടുണ്ടോ? പിന്നെ കടലിലെ ഷെൽസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു മാല കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്നാ ബാ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. ഗൈസേ, ഇതിനു മുന്നേ ഞാൻ ബീച്ചിൽ നിന്ന് കുറേ ഷെൽസ് പെറുക്കിയതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറേ ഷെൽസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിലുള്ള അടിപൊളി ഷെൽസിൽ നിന്ന് ഒരു ഷെല്ലെടുത്തിട്ട് ഞാനൊരു പെൻഡന്റ് ഉണ്ടാക്കി. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായിട്ടോ. ബൈ ദ ബൈ, ഇന്നത്തെ ബീച്ച് ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ഇഷ്ടമായ നിങ്ങൾക്ക്? ദേ ഈ കാണുന്നതാണ് എൻ്റെ കയ്യിലുള്ള ഒത്തിരി അടിപൊളിയായിട്ടുള്ള ഷെൽസ്. മാല ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് ഓണം പോലെ അടിപൊളിയായിട്ട് തന്നെ ഒരു പെൻഡന്റ് തയ്യാറാക്കിയെടുത്തു. കയ്യിലുള്ള ചെയിനിൽ അത് കോർത്തിട്ടപ്പോൾ കൊള്ളാട്ടോ. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായിട്ടോ. ഇന്ന് ശരിക്കും ഇതെല്ലാം ഇട്ടപ്പോൾ ഞാനൊരു രംഗണ്ണനായേ. ബീച്ചിൽ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ചെറുതായിട്ട് മഴച്ചാറ്റിലുള്ളത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് മഴവില്ലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺസെറ്റ് കാണാനാണ് ഇന്ന് ബീച്ചിൽ പോയത്. പക്ഷേ പോയ പർപ്പസ് എല്ലാം മറന്നുപോയി. ഈ ലിൽ കുക്കുംബർ കണ്ടപ്പോൾ അതിൻ്റെ പുറകെ കൂടിട്ടോ. കാണാൻ പുറമെ വളരെ ക്യൂട്ടായിട്ടുള്ള, എന്നാൽ ഇതിൻ്റെ തൊലി വളരെ കയ്പേറിയതായിട്ടുള്ള, എന്നാലോ ഇതിൻ്റെ ഉള്ളിൽ നല്ല തണ്ണിമത്തങ്ങയുടെ ടേസ്റ്റുള്ള കുഞ്ഞു വെള്ളരി, അതാണ് ഈ കാണുന്നത്. നല്ല മഞ്ഞ കളറിൽ ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, എന്ത് രസമാണെന്നറിയാം. പച്ച കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മഞ്ഞ കളർ കാണാൻ വേണ്ടിയിട്ട്. തൊലി നല്ല കയ്പുണ്ടാവുമെന്ന് മുന്നേ കുട്ടി അറിയാവുന്നതുകൊണ്ട് തന്നെ കണ്ടിട്ട് ഉപേക്ഷിച്ചു പോരാനൊന്നും തോന്നിയില്ല. തൊലി അങ്ങ് ചെത്തിക്കഴിഞ്ഞ് കഴിച്ചാൽ മതിയല്ലോ. ഇവിടെ ആരും ഇത് കഴിക്കണത് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പലപ്പോഴായിട്ട് ഈ മഞ്ഞ കളറുള്ള ഈ കുക്കുംബർ കഴിച്ചിട്ടുണ്ട്. ഇതിന്റെ പച്ച വായോടടുപ്പിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും കയ്പാണേ. പക്ഷെ ഇത് നല്ല സ്വീറ്റാണ് ഇൻസൈഡ്. മുറിക്കുന്ന സമയത്ത് തൊലി ഒട്ടും പെടരുതേ, എങ്കിൽ മാത്രമേ ഈ പറയണ മധുരം കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി കയ്പാവും. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ മാത്രം ഞാനിത് കണ്ടിട്ടുള്ളത്. നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ?